ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കൊളോയിഡുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണുള്ളത്. കൊളോയിഡുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ടോപ്പിക്കിലും മാത്രമല്ല മറ്റുള്ള എല്ലാ ടോപ്പിക്കുകളിലേക്കും വ്യാപിച്ചു കിടക്കുന്നതാണ്. അതുകൊണ്ട് ഇത് മനസ്സിലിരുത്തി പഠിക്കുക. ഇത് വളരെ ഈസിയായൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലെ മുഴുവൻ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വസ്തുത. എന്താണ് കൊളോയിഡ് എന്നാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. Colloids are defined as heterogeneous system in which one substance is distributed as very fine particle in another substance. ഒരു വസ്തു ചെറിയ കണികകളായി മറ്റൊന്നിൽ വ്യാപനം ചെയ്തിട്ടുള്ള ഭിന്നാത്മകമായ മിശ്രിതത്തിനാണ് നമ്മൾ കൊളോയിഡുകൾ എന്ന് പറയുന്നത്. കൊളോയിഡൽ സിസ്റ്റം നിങ്ങൾ പഠിച്ചതുകൊണ്ട് കുറച്ച് വേഗത്തിൽ എനിക്ക് പോകാം എന്ന് ഞാൻ കരുതുന്നു. കൊളോയിഡൽ സിസ്റ്റത്തിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് അതൊരു ഭിന്നാത്മകമായ മിശ്രിതമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ വലിപ്പം. പാർട്ടിക്കിളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലുള്ളവയാണ് നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് അതിൻ്റെ ഭിന്നാത്മക സ്വഭാവം തന്നെയാണ്. അപ്പോൾ വാട്ട് ഈസ് കൊളോയിഡ് എന്ന് ചോദിച്ചാൽ ഒരു വസ്തു ചെറിയ കണികകളായി മറ്റൊന്നിൽ വ്യാപനം ചെയ്തിരിക്കുന്ന ഭിന്നാത്മക മിശ്രിതങ്ങളാണ് കൊളോയിഡുകൾ എന്ന് പറയുന്നു. കൊളോയിഡിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും സൊല്യൂഷൻ്റെയും അവക്ഷിപ്തത്തിൻ്റെയും ഇടയിലാണ് കൊളോയിഡിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ പോലെ തന്നെ മനുഷ്യരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെയും ചെകുത്താൻ്റെയും നടുവിലുള്ളതാണ് എന്ന് നമുക്ക് പറയാം. നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ നല്ല ഗുണങ്ങളുമില്ല, ചെകുത്താൻ്റെ എല്ലാ മോശപ്പെട്ട ഗുണങ്ങളുമില്ല. അതുപോലെ കൊളോയിഡിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ സ്ഥാനത്തിനും പ്രസിപ്പിറ്റേറ്റിൻ്റെ സ്ഥാനത്തിനും നടുവിലാണ് കൊളോയിഡൽ പാർട്ടിക്കിളുകളുടെ വലിപ്പം എന്ന് പറയുന്നത്. സൊല്യൂഷനിലെ കണങ്ങൾ വളരെ ചെറുതാണ്, പ്രസിപ്പിറ്റേറ്റിലെ കണങ്ങൾ വളരെ വലുതാണ്. പക്ഷേ കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ പാർട്ടിക്കിളിൻ്റെ വലിപ്പത്തിനും പ്രസിപ്പിറ്റേറ്റിൻ്റെ പാർട്ടിക്കിളിൻ്റെ വലിപ്പത്തിനും നടുവിലാണ് കൊളോയിഡൽ പാർട്ടിക്കിളുകളുടെ സ്ഥാനം. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പാർട്ടിക്കിൾ വലിപ്പം 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലാണെങ്കിൽ അതിനെയാണല്ലോ നമ്മൾ കൊളോയിഡുകൾ എന്ന് പറയുന്നത്. കൊളോയിഡുകൾ നമ്മുടെ ജീവിതത്തിൽ സുപരിചിതങ്ങളാണ്. നമുക്ക് അവയെ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുമുണ്ട്. നമ്മൾ കുടിക്കുന്ന പാല്, നമ്മുടെ ശരീരത്തിലെ രക്തം, നമ്മുടെ കോശങ്ങളിലെ ദ്രാവകം, നമ്മുടെ അന്തരീക്ഷത്തിൽ കാണുന്ന പൊടിപടലങ്ങൾ, അന്തരീക്ഷത്തിൽ വരുന്ന പുകമഞ്ഞ്, പുക, ഇതെല്ലാം തന്നെ കൊളോയിഡൽ പാർട്ടിക്കിളുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഒരു വസ്തു തന്നെ കൊളോയിഡൽ അവസ്ഥയിലും ക്രിസ്റ്റലോയിഡ് അവസ്ഥയിലും നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ് അഥവാ കറിയുപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു സൊല്യൂഷനായിരിക്കും. പക്ഷേ അതിനെ നമ്മൾ ബെൻസീൻ ലായനിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു കൊളോയിഡൽ ആയിരിക്കും. സോ ഐ മേ സ്ട്രെസ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ ദി കൊളോയിഡ്, that is the particle size between 1 nanometer and 1000 നാനോമീറ്റർ ആണ് കൊളോയിഡിൻ്റെ പാർട്ടിക്കിളുകളുടെ വലിപ്പം. ഇനി കൊളോയിഡിൽ നമ്മൾ സാധാരണ കവർ ചെയ്യേണ്ട ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ പറയാം. നമ്മൾ HSAയുടെ പരീക്ഷയാണെങ്കിലും അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ പരീക്ഷയാണെങ്കിലും നമ്മൾ ശരിക്കും കൺസെപ്റ്റുകൾ നന്നായി പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യം. അതിലെ അറിവുകൾ നമ്മൾ എപ്പോഴും തുടച്ച് മിനുക്കിക്കൊണ്ടിരിക്കണം. കഴിയുന്നിടത്തോളം വ്യാപകമായ രീതിയിൽ അതിൻ്റെ അറിവുകൾ നമ്മൾ സ്വായത്തമാക്കുകയും വേണം. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ കൊളോയിഡൽ കൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ആദ്യമായി അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ആൾറെഡി എടുത്തു കഴിഞ്ഞു. പിന്നീട് അതിൻ്റെ പാർട്ടിക്കിൾ സൈസ്, ഇത് രണ്ടും ഞാൻ ആൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫിൽട്ടർ പേപ്പറിൽ കൂടി കടന്നു പോകുന്നു, പക്ഷേ മറ്റുള്ള മെംബ്രെയിനുകളിൽ കൂടി കടന്നു പോകുന്നില്ല. കാരണം എന്താണ്?
പാർട്ടിക്കിളിൻ്റെ വലിപ്പം സൊല്യൂഷൻ്റെ പാർട്ടിക്കിളിനേക്കാളും കൂടുതലാണ്, പ്രസിപ്പിറ്റേറ്റിൻ്റെ പാർട്ടിക്കിളിനേക്കാളും ചെറുതാണ്. മധ്യവർത്തിയുടെ സ്ഥാനത്താണ് കൊളോയിഡൽ സൊല്യൂഷനിലെ പാർട്ടിക്കിളുകൾ. അത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത്, ഇത് മുഴുവനും നമ്മൾ ഇന്ന് എടുക്കുന്നില്ല, ഞാൻ പറയുന്നത് ഈ കൺസെപ്റ്റ്, ഈ ഏരിയയിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ്. മൂന്നാമത്തെ കൺസെപ്റ്റ് ടൈപ്സ് ഓഫ് കൊളോയിഡുകൾ. കൊളോയിഡുകളെ നമ്മൾ പഠിക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ അടുത്തതായി പഠിക്കേണ്ടത്. പിന്നെ കൊളോയിഡലിൻ്റെ തന്നെ മറ്റു ചില ക്ലാസിഫിക്കേഷനുകളാണ് അടുത്ത രംഗത്ത് വരുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെ കൊളോയിഡൽ പാർട്ടിക്കിളുകളെ നമുക്ക്, അല്ലെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷനുകളെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് അടുത്തതായി പഠിക്കേണ്ടത്. പിന്നെ പഠിക്കേണ്ടത് അവയെ നമ്മൾ എങ്ങനെ ശുദ്ധീകരിക്കാം, അവക്ഷിപ്തങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റുകളെ അതിൽ നിന്ന് എങ്ങനെ മാറ്റാം എന്നതാണ് പിന്നീട് നമ്മൾ പഠിക്കേണ്ടത്. അവസാനമായി അതിൻ്റെ പ്രോപ്പർട്ടികൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അതിൻ്റെ പ്രയോജനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും നമ്മുടെ ഒരു ജീവിതയാത്ര പോലെ, ബാല്യം, കൗമാരം, യൗവനം, അത് കഴിഞ്ഞ് മധ്യവയസ്കൻ, അത് കഴിഞ്ഞ് വൃദ്ധൻ, വാനപ്രസ്ഥം, പിന്നെ യാത്രയുടെ അവസാനം. അതുപോലെ കൊളോയിഡൽ എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കുന്നു, അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നു, വിവിധ തരം കൊളോയിഡുകൾ നമ്മൾ മനസ്സിലാക്കുന്നു. അതിൽ തന്നെ 2 ഭാഗമുണ്ട്, 3 രീതിയിൽ കൊളോയിഡുകളെ നമുക്ക് തരംതിരിക്കാമെന്ന് മനസ്സിലാക്കുന്നു. അത് രണ്ടുമാണ് ഈ 2 സ്ലൈഡിലുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പിന്നീട് അവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുന്നു, അവ എങ്ങനെ ശുദ്ധീകരിക്കാമെന്ന് പഠിക്കുന്നു. അതിൻ്റെ അതുല്യമായ, അതിൻ്റെ വളരെ പ്രയോജനപ്രദമായ അതിൻ്റെ പ്രോപ്പർട്ടികൾ നമ്മൾ മനസ്സിലാക്കുന്നു. അവസാനമായി അതിൻ്റെ ആപ്ലിക്കേഷനും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഡെഫിനിഷനും പാർട്ടിക്കിൾ സൈസും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, അത് നിങ്ങൾ ആൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവയുടെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അടുത്തതായി നമുക്ക് അതിനകത്തുള്ള മറ്റു ചില പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് ദി കൊളോയിഡ് എന്ന് പറയുന്ന 3-ാമത്തെ സ്ലൈഡിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. എപ്പോഴും ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ വളരെയധികം സഹായിക്കുന്നു. നമ്മളൊരു മാളിലോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലോ പോയി കഴിയുമ്പോൾ നമുക്കറിയാം, അവിടെയുള്ള സാധനങ്ങളെല്ലാം കൂടി കൂട്ടം കൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മല പോലെ ഇട്ടിരിക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഒരു സോപ്പാണെങ്കിൽ, ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ സോപ്പാണെങ്കിൽ, അത് കണ്ടുപിടിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും, എത്രമാത്രം ദുഷ്കരമായിരിക്കും. പക്ഷേ ആ പ്രശ്നം അവിടെ വരുന്നില്ല. കാരണം സാധനങ്ങളെല്ലാം വ്യത്യസ്തമായ അലമാരകളിലായി അല്ലെങ്കിൽ സ്റ്റാൻഡുകളിലായി ക്രമീകരിച്ചിരിക്കുന്നു. സോപ്പ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തായിരിക്കും, പേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തായിരിക്കും, ബ്രഷ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തായിരിക്കും, ഗ്രോസറി എന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്തായിരിക്കും, കോസ്മെറ്റിക് എന്ന് പറയുന്നത് വേറൊരു ഭാഗത്തായിരിക്കും. അങ്ങനെ തരം തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം കണ്ടുപിടിക്കുക എത്രയോ പ്രയോജനപ്രദമാണ്, എത്രയോ അനായാസമാണ്. ആ തരത്തിൽ കൊളോയിഡുകളെ നമ്മൾ പല രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട്. പ്രധാനമായും കൊളോയിഡുകളെ തരംതിരിച്ചിരിക്കുന്നത് 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി കൊളോയിഡ് ഈസ് ഓൺ ദി ഫിസിക്കൽ സ്റ്റേറ്റ്. ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ 1-ാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. കൊളോയിഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതിനകത്ത് 2 കമ്പോണൻസ് ഉണ്ട്. ഒരു സൊല്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സോൾവെൻറ്റ് എന്ന് പറയുന്ന കമ്പോണൻറ്റുമുണ്ട്, സൊല്യൂട്ട് എന്ന് പറയുന്ന കമ്പോണൻറ്റുമുണ്ട്. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ച് സൊല്യൂഷനാക്കി കഴിഞ്ഞാൽ അതിലെ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയും, ജലത്തിനെ നമ്മൾ സോൾവെൻറ്റ് എന്ന് പറയും. ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ, ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 2 പ്രധാനപ്പെട്ട കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ, രണ്ടാമത്തേത് ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ. അതുപോലെ തന്നെ കൊളോയിഡൽ സിസ്റ്റത്തിലും 2 ഘടകങ്ങളുണ്ട്. ഒരു ഘടകത്തിന് പറയുന്ന പേരാണ് ഡിസ്പേസ്ഡ് ഫേസ്, മറ്റൊന്നിന് പറയുന്ന പേരാണ് ഡിസ്പേർഷൻ മീഡിയം.
ഡിസ്പേസ്ഡ് ഫേസ് ആണ് ഒരു ഘടകം. മറ്റൊരു ഘടകത്തിന് പറയുന്ന പേരാണ് ഡിസ്പേർഷൻ മീഡിയം എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നു എന്ന് തന്നെ ഞാൻ കരുതട്ടെ. സൊല്യൂഷനിൽ സൊല്യൂട്ട്, സോൾവെൻ്റ് എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങൾ, കൊളോയിഡിലും അതുപോലെ രണ്ട് ഘടകങ്ങളുണ്ട്. ഏത് വസ്തുവാണോ വ്യാപനം ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ ഡിസ്പേസ്ഡ് ഫേസ് എന്ന് പറയുന്നു. ഏതിലാണോ വ്യാപനം ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നു. ഇത് രണ്ടുമാണ് അതിനകത്ത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്റ്റാർച്ച് സോൾ അല്ലെങ്കിൽ കൊളോയിഡുകൾക്ക് നമ്മൾ പൊതുവേ പറയുന്ന വേറൊരു പേരാണ് സോളുകൾ എന്നാണ് പറയുന്നത്. സ്റ്റാർച്ച് സോൾ എന്ന് പറയുന്ന കൊളോയിഡൽ ലായനി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഇതിനകത്തുള്ള ഡിസ്പേസ്ഡ് ഫേസ് ഏതായിരിക്കും, ഇതിനകത്തുള്ള ഡിസ്പേർഷൻ മീഡിയം ഏതായിരിക്കും എന്ന് പറയാൻ സാധിക്കുമോ? സ്റ്റാർച്ച് എന്ന് പറയുന്നത് വെള്ളത്തിൽ കൊളോയിഡ് ആയിരിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാർച്ച് സോൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഇവിടത്തെ ഡിസ്പേസ്ഡ് ഫേസ് ആണ്. വെള്ളം എന്ന് പറയുന്നത് ഇവിടത്തെ ഡിസ്പേർഷൻ മീഡിയമാണ്. ഏതൊരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്താലും അവിടെ ഒരു ഫേസ് ഉണ്ടാകും, അവിടെ ഒരു മീഡിയം ഉണ്ടാകും. നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക. പുക എന്ന് പറയുന്ന കൊളോയിഡൽ സിസ്റ്റത്തിലെ ഫേസ് ഏതായിരിക്കും, മീഡിയം ഏതായിരിക്കും? തീർച്ചയായും ഫേസ് എന്ന് പറയുന്നത് അതിൽ വ്യാപനം ചെയ്തിരിക്കുന്നത് കാർബൺ കണങ്ങൾ എന്ന് പറയുന്നത് ഫേസ് ആയിരിക്കും. വായു എന്ന് പറയുന്നത് അവിടുത്തെ മീഡിയമായിരിക്കും. അങ്ങനെ ഡിസ്പേസ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് അവയെ തരംതിരിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ കൊളോയിഡുകളെ നമ്മൾ 8 എണ്ണമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിനകത്തേക്ക്, അതായത് ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊളോയിഡുകളെ തരംതിരിച്ചിരിക്കുന്നുണ്ട്. അത് ഒരു ക്ലാസിഫിക്കേഷൻ. ആ ക്ലാസിഫിക്കേഷന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലയോഫിലിക് കൊളോയിഡ് എന്താണ്, ലയോഫോബിക് കൊളോയിഡ് എന്താണ് എന്ന് മനസ്സിലാക്കണം. അതും ഒരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഞാൻ പറഞ്ഞു, കൊളോയിഡുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കൊളോയിഡുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പലതരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരു തരത്തിലെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിസ്പേസ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ടാണ് ഒരു ക്ലാസിഫിക്കേഷൻ. അതിലേക്ക് നമ്മൾ രണ്ടാമതായി മാത്രമേ വരുന്നുള്ളൂ. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്പേസ്ഡ് ഫേസിൻ്റെയും മീഡിയത്തിൻ്റെയും പരസ്പര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ, അതിനെ നമ്മൾ ലയോഫിലിക് കൊളോയിഡ്, ലയോഫോബിക് കൊളോയിഡ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഡിസ്പേസ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ ആകർഷണ ബലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്പേസ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ നല്ല ഇൻ്ററാക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോൾവെൻറ്റിനെ ഇഷ്ടപ്പെടുന്നതാണ് കൊളോയിഡൽ സിസ്റ്റം എങ്കിൽ അതിനെയാണ് നമ്മൾ ലയോഫിലിക് കൊളോയിഡുകൾ എന്ന് പറയുന്നത്. ഫയൽ എന്ന് പറയുന്ന ഒരു വാക്ക് അവസാനിക്കുന്നു എങ്കിൽ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു എന്നെല്ലാമാണ് അർത്ഥം. ഞാൻ എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും കുട്ടികളോട് പറയുന്നത്, നിങ്ങളുടെ ഇംഗ്ലീഷ് ശക്തമാണെങ്കിൽ 20% ഓഫ് ദ കെമിസ്ട്രി ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി എന്നാണ്. നമ്മുടെ ഇംഗ്ലീഷിൽ നമുക്ക് സാമാന്യം വിജ്ഞാനമുണ്ടെങ്കിൽ, സാമാന്യം വൊക്കാബുലറി ഉണ്ടെങ്കിൽ, കെമിസ്ട്രി എന്ന് പറയുന്ന സാഗരത്തിലെ 20% കാര്യങ്ങൾ ഒരു അധ്യാപകൻ്റെയും സഹായത്തോടു കൂടി അല്ലാതെ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, ഫയൽ എന്ന് പറഞ്ഞ് വന്ന് ഒരു വാക്ക് അവസാനിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇഷ്ടപ്പെടുന്നു എന്നാണ്. സോൾവെൻറ്റിനെ അല്ലെങ്കിൽ മീഡിയത്തിനെ ഇഷ്ടപ്പെടുന്ന കൊളോയിഡുകളെയാണ് നമ്മൾ ലയോഫിലിക് കൊളോയിഡുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. സോൾവെൻറ്റ് ലവിങ് കൊളോയിഡ്സ് ദാറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ്
ആൻഡ് എക്സിബിറ്റിംഗ് സ്റ്റെബിലിറ്റി. സോൾവെൻറ്റിനെ ഇഷ്ടപ്പെടുന്നതും അതേ സമയത്ത് തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതും സ്റ്റേബിളായിരിക്കുന്നതുമായ കൊളോയിഡിനെയാണ് നമ്മൾ ലയോഫിലിക് കൊളോയിഡ് എന്ന് പറയുന്നത്. എന്താണ് കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, റിവേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്? കാറിൻ്റെ റിവേഴ്സ് പോലെ തന്നെ ഇവിടെ എന്താണ് റിവേഴ്സ്? ആ റിവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കൊളോയിഡിനെ ഉണ്ടാക്കുകയും ചെയ്യാം, കൊളോയിഡിനെ നമുക്ക് വേർതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കാനും സാധിക്കുന്നു, എളുപ്പത്തിൽ തന്നെ വേർതിരിക്കാനും സാധിക്കുന്നു. വേർതിരിച്ചതിനെ കൂട്ടിക്കലർത്തിയാൽ വീണ്ടും നമുക്ക് കൊളോയിഡ് ഉണ്ടാക്കാനായിട്ടും സാധിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തു പറയുന്നത്? റിവേഴ്സിബിൾ കൊളോയിഡുകൾ എന്ന് പറയുന്നത്. ലയോഫിലിക് കൊളോയിഡുകൾ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കൊളോയിഡുകളാണ്. സ്റ്റാർച്ച് സോൾ എന്ന് പറയുന്നത് ഒരു ലയോഫിലിക് സോളാണ്. അതുണ്ടാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. വെള്ളം തിളപ്പിച്ച് പൊടിച്ച സ്റ്റാർച്ച് പൗഡർ അതിനകത്തിട്ട് കലക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർച്ച് സോൾ കിട്ടി. അതായത് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഒരു ലയോഫിലിക് സോളിന് എക്സാമ്പിളാണ്. ലയോഫിലിക് സോൾസ് ക്യാൻ ബി ഈസിലി പ്രിപ്പയർഡ് by mixing the dispersed phase and dispersion medium, and that can be separated also easily, and they can be made again by mixing. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്റ്റേബിളായിരിക്കുന്ന കൊളോയിഡുകളെയാണ് നമ്മൾ ലയോഫിലിക് കൊളോയിഡുകൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഒരു വാക്കിൻ്റെ അവസാനം ഫൈൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്നാണ്. സോൾവെൻറ്റിനെ ഇഷ്ടപ്പെടുന്ന കൊളോയിഡുകളെയാണ് നമ്മൾ ലയോഫിലിക് കൊളോയിഡുകൾ എന്ന് പറയുന്നത്. അത് വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ റിവേഴ്സ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. അതിനെ മാറ്റാനും സാധിക്കുന്നു, വീണ്ടും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എന്താണ് കൂട്ടുകാരെ നിങ്ങൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കുന്നത്? അതായത് കൊളോയിഡിൽ എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വേഗം മാറുന്നില്ല. കൊളോയിഡ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിന് സ്റ്റെബിലിറ്റി ഇല്ല എന്നാണ് അർത്ഥം. പെട്ടെന്ന് തന്നെ അത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറാതെ അവിടെ നിലനിൽക്കുന്നു എങ്കിൽ അതിനെ നമ്മൾ സ്റ്റേബിൾ എന്ന് പറയുന്നു. ഈ ലയോഫിലിക് സോളുകൾ സ്റ്റേബിളാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവയെല്ലാം സോൾവെൻറ്റിനെ ഇഷ്ടപ്പെടുന്നു, സോൾവെൻറ്റിൽ ഹൈഡ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സോൾവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നല്ല ശക്തമായ ഒരു ബന്ധം അവിടെ ഫേസും മീഡിയവും തമ്മിലുണ്ട്. അതുകൊണ്ട് എളുപ്പത്തിൽ അതിനെ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറ്റാൻ കഴിയില്ല. അങ്ങനെയുള്ള കൊളോയിഡുകളെ നമ്മൾ ലയോഫിലിക് കൊളോയിഡ് എന്ന് പറഞ്ഞു. ഞാൻ അതിനൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് കരുതുന്നു. സ്റ്റാർച്ച് സോൾ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ്. അതുകൂടാതെ തന്നെ നമ്മളെടുക്കുന്ന ഗം അല്ലെങ്കിൽ പശ എന്ന് പറയുന്നത് അതിന് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. പിന്നെ ജെല്ലി പോലുള്ള മാറ്ററുകളും അതിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഇത് ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഈ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫേസും മീഡിയവും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ നേരെ വിപരീതമാണ് ലയോഫോബിക് കൊളോയിഡുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഫോബിയ എന്ന് പറഞ്ഞാൽ അകാരണമായ ഭയം, അതിനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ ജലത്തോടുള്ള ഭയം. നമ്മുടെ റേബീസ് അല്ലെങ്കിൽ പേവിഷം, അതിന് പറയുന്ന വേറൊരു പേരാണ് ഹൈഡ്രോഫോബിയ. ജലത്തോടുള്ള ഹൈഡ്ര എന്ന് പറയുന്ന വാക്ക് ജലവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് എൻ്റെ കെമിസ്ട്രി സുഹൃത്തുക്കൾക്ക് നന്നായിട്ടറിയാം. ജലത്തോടുള്ള അകാരണമായ ഭയത്തിനെയാണ് നമ്മൾ ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് ഫോബിയകളുണ്ട്. അഗാറോഫോബിയ, അക്വാഫോബിയ, അങ്ങനെ നിരവധി തരത്തിലുള്ള ഫോബിയകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ലയോഫോബിക് കൊളോയിഡ് എന്ന് പറയുന്നതാണ്. അതായത് മീഡിയത്തിനോട് വെറുപ്പുള്ള, മീഡിയത്തിനെ ഭയപ്പെടുന്ന കൊളോയിഡുകളെയാണ്
നമ്മൾ ലയോഫോബിക് കൊളോയിഡുകൾ എന്ന് പറയുന്നത്. കൊളോയിഡിലെ 2 കമ്പോണൻ്റ് ഏതൊക്കെയാണ്? ഒന്ന് ഫേസ്, ഒന്ന് മീഡിയം. അതിൽ ഫേസ് എന്ന് പറയുന്നത് മീഡിയത്തിനെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, ഫേസ് എന്ന് പറയുന്നത് മീഡിയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എങ്കിൽ, ആ തരത്തിലുള്ള കൊളോയിഡുകളെയാണ് നമ്മൾ ലയോഫോബിക് കൊളോയിഡുകൾ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ലയോഫിലിക്കിൻ്റെ നേരെ എതിരെയാണ് ലയോഫോബിക് കൊളോയിഡുകളുടെ സ്ഥാനം. ലയോഫോബിക് കൊളോയിഡ് ആർ സോൾവെൻ്റ്. നിങ്ങൾക്ക് ഈ വാചകം കാണാൻ സാധിക്കും, സോൾവെൻ്റ് ഹെയ്റ്റിംഗ് കൊളോയിഡ്സ്. അതെ, സോൾവെൻറ്റിനെ വെറുക്കുന്ന കൊളോയിഡുകളാണ്. ദേ ആർ ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ ആൻഡ് ദേ ആർ നോട്ട് സ്റ്റേബിൾ. അവയെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേക മെത്തേഡുകളിൽ കൂടെ മാത്രമേ നമുക്ക് ലയോഫോബിക് കൊളോയിഡുകളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ലയോഫിലിക് കൊളോയിഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ രസം വയ്ക്കുന്ന പോലെയാണ്, വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ ചോറ് വെക്കുന്നത് പോലെയാണ്. വെള്ളം തിളപ്പിച്ച് അരി കഴുകിയിട്ട് കഴിഞ്ഞാൽ ആർക്കു വേണമെങ്കിലും ചോറുണ്ടാക്കാം. പ്രത്യേക വൈദഗ്ധ്യമൊന്നും അതിനാവശ്യമില്ല. ലയോഫിലിക് എന്ന് പറയുന്നത് അങ്ങനെയാണ്. സ്റ്റാർച്ച് എടുത്ത് വെള്ളത്തിൽ കലക്കി തിളപ്പിച്ച് കഴിഞ്ഞാൽ ലയോഫിലിക് സോൾ കിട്ടി. പക്ഷേ കൂട്ടുകാരെ, ലയോഫോബിക് സോളിൻ്റെ കേസിൽ അത്തരത്തിലുള്ള ചെറിയ ചെറിയ വിദ്യകൾ, ചെപ്പടി വിദ്യകൾ, കുരുട്ട് വിദ്യകൾ ഒന്നും തന്നെ പ്രാവർത്തികമല്ല. കാരണം അവിടെ ഫേസും മീഡിയവും തമ്മിൽ ശത്രുതയിലാണ്. ശത്രുതയിലുള്ള 2 ഘടകങ്ങളെ നമുക്ക് യോജിപ്പിച്ചാൽ മാത്രമേ 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിൽ പാർട്ടിക്കിൾ സൈസുള്ള കൊളോയിഡൽ വ്യവസ്ഥിതി എന്ന് പറയുന്നതിനെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ ചില സ്പെഷ്യൽ മെത്തേഡുകൾ വെച്ചിട്ടാണ്, കണ്ടൻസേഷൻ മെത്തേഡ്, ബ്രിഡിക്സ് ആർക്ക് മെത്തേഡ് എന്നൊക്കെയുള്ള ചില പ്രത്യേക മെത്തേഡുകൾ കൊണ്ടാണ് നമ്മൾ ലയോഫോബിക് കൊളോയിഡുകൾ നിർമ്മിക്കുന്നത്. കെമിസ്ട്രി പഠിക്കാനുള്ള വളരെ നല്ലൊരു മാർഗമാണ് താരതമ്യ പഠനം എന്ന് പറയുന്നത്. ലയോഫിലിക് എന്ന് പറയുന്നത് സോൾവെൻ്റ് ലവിങ് ആണ്, റിവേഴ്സിബിളാണ്, സ്റ്റേബിളാണ്. എന്തുകൊണ്ട് സ്റ്റേബിൾ എന്ന് പറയുന്നത് പല പരീക്ഷകൾക്കും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ എന്തുകൊണ്ട് സ്റ്റേബിളാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അവ സ്റ്റേബിളാകാനുള്ള കാരണം അവയുടെ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ സോൾവേഷൻ, അല്ലെങ്കിൽ അവ വാട്ടർ മോളിക്യൂളിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു, സോൾവെൻ്റ് മോളിക്യൂളിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നതാണ് അതിൻ്റെ കാര്യം. ലയോഫോബിക്ക് നേരെ മറിച്ചാണ് നിൽക്കുന്നത്. ലയോഫോബിക്കിൽ സോൾവെൻറ്റും ഫേസും തമ്മിൽ യാതൊരു അടുപ്പവുമില്ല. സോൾവെൻറ്റിനെ നിശിതമായി എതിർക്കുന്നു, വിമർശിക്കുന്നു, ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. സ്റ്റെബിലിറ്റി വളരെ കുറവാണെന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാൻ സാധിക്കുന്നു. കൊളോയിഡും പ്രസിപ്പിറ്റേറ്റും രണ്ടും റേ പോലെയുള്ള വ്യത്യാസമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യത്യാസം വന്നിരിക്കുന്നത്? പാർട്ടിക്കിളിൻ്റെ വലിപ്പമനുസരിച്ചിട്ടാണ്. പാർട്ടിക്കിളിൻ്റെ വലിപ്പം കൂടിയാണെങ്കിൽ അത് പ്രസിപ്പിറ്റേറ്റ് ആയി പോകും, താഴെ വന്ന് അടിഞ്ഞു കൂടും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദി ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഫേസ് ആൻഡ് മീഡിയം എന്ന് പറയുന്നത് നമ്മൾ കവർ ചെയ്തിരിക്കുന്നു.